എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേളിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഒരുപാട് മീൻ മുളകിട്ട മീൻ കറിയും മീൻ പൊരിച്ചതിൻ്റെയൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് വേറൊരു ടൈപ്പ് മീൻ പൊരിച്ചതും നല്ല ക്രിസ്പി ആയിട്ടുള്ള മീൻ വറവിൻ്റെ ഒരു മസാലയും പിന്നെ ഒരു മുളകിട്ട മീൻ കറിയുടെയും റെസിപ്പി നമ്മളിന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് മുളകിട്ട മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 4 തക്കാളി ഇട്ട് കൊടുക്കാം. നാടൻ തക്കാളി ആണെങ്കിൽ 3 മതിയാവും. പിന്നെ അതിലേക്ക് ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇങ്ങനെ തന്നെ അരയ്ക്കുക. നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തക്കാളിയുടെ വെള്ളം ഉണ്ടാവും അതോട് കൂടിയിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ മിക്സി ജാറിലേക്ക് തന്നെ ഉള്ളികൾ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. നമുക്ക് ഇതിലൊന്നും അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഒന്നിച്ചിട്ട് അരയ്ക്കുക വേണ്ടോ. 150 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ സാധാരണ വെളുത്തുള്ളി എന്ന് വെച്ചാൽ 10 അല്ലിയും 1/4 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം. നല്ല വലിയ ടൈപ്പ് ബൾബ് പോലത്തെ വെളുത്തുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ 6 അല്ലി ഇട്ടാൽ മതി കേട്ടോ. അതും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് അതുപോലെ കുരു കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. 2 എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകിൻ്റെ കുരു മുഴുവനായിട്ടും കളഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നമുക്കിതിലേക്ക് ആവശ്യം. എരിവിന് നമ്മൾ നേരത്തെ മുളക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇത് കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ എത്രയും ഫൈനാക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് തട്ടിയിട്ട് 2 വട്ടമൊക്കെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അവിടെ വയ്ക്കുക. ഇനി നമുക്ക് ഒരു നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിടണം കേട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ കതിരി വേപ്പിലയും ഒരു പച്ചമുളകും നടുകീറി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളി ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി അരച്ചിട്ട് നമ്മൾ അധികം നേരം വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടാവാൻ വെക്കുന്ന നേരം കൊണ്ടാണ് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഉള്ളി കനച്ച് പോവും കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ അരച്ചിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ ഒന്ന് ഇളക്കിയിട്ട് വഴറ്റാൻ അവിടെ വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് മീൻ ഞാനിവിടെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയലയാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക അവിടെ. മീൻ ക്ലീൻ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും മീൻ കഴിക്കുമ്പോൾ. ഇനി ഇതാ ഒരു പീസ് കുടംപുളി ഒന്ന് വെള്ളത്തിൽ നമ്മൾ അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് കാണിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫിഷ് ഫ്രൈ മസാല ഉണ്ടാക്കാം. ഫ്രൈ ചെയ്യാനുള്ള മീൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കതിരി വേപ്പില കേട്ടോ. വേപ്പില ഇതിലത്തെ മെയിനാണ്. അപ്പോൾ ഒരു നല്ലൊരു വലിയ കതിരി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സൈസ് സവാളയും 2 ബൾബ് പോലത്തെ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം. സാധാരണ നാടൻ വെളുത്തുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഇട്ട് കൊടുക്കാം. ഇനി 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നൈസ് വറുത്ത അരിപ്പൊടി ഇല്ല പത്തലിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഈ മീനിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ വെള്ളം അഥവാ കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ അരിപ്പൊടി തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഒന്ന് നന്നായിട്ട് വല്ലാണ്ട് ലൂസാവാണ്ട് ഒന്ന് നോക്കണം. ഇത്തിരി തിക്കായിട്ട് തന്നെ നമുക്ക് മസാല കിട്ടും. അരിപ്പൊടി ആയ കാരണം അത് പെട്ടെന്ന് തന്നെ ആ മസാല നല്ല തിക്കായിട്ട് തന്നെ വന്നോളും. അഥവാ ലൂസായി കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ എത്ര തന്നെ മതി. അപ്പോൾ അത് പരട്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡായി ഏതാണ്ട് കരിഞ്ഞ പോലെ ആവരുത്. അതിൻ്റെ തൊട്ട് മുന്നുള്ള ആ ഒരു പരുവം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു വഴറ്റണയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തുണ്ടാവും വെളുത്തുള്ളിയുടെ. ഇതുപോലെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ആ അരപ്പ് നമ്മൾ ആ തക്കാളിയുടെ അരപ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം നേരം ഇളക്കണ്ട. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുടംപുളി നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ആ വെള്ളവും കുടംപുളി അടക്കം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് തക്കാളിയും ഈ പുളിയൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നൊരു ചാറാണ് നമ്മുടെ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളത് ഒന്ന് മൂടി വയ്ക്കുക. നന്നായിട്ടൊന്ന് തിളവരട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഈ മസാലയെല്ലാം നല്ല കോട്ടായിട്ടിരിക്കും കേട്ടോ ഈ ഒരു അരിപ്പൊടി ഇട്ട കാരണം. അപ്പോൾ അതവിടെ കിടന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ
മുളകിട്ട മീനിൻ്റെ ദേ തിള വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പിൻ്റെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമ്മൾക്ക് മീൻ നേരത്തെ മസാല പറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മീൻ ഇട്ടതിന് ശേഷം നമ്മളെപ്പോഴും പച്ച മീൻ ഇട്ടതിന് ശേഷം ഇളക്കരുത്. അങ്ങനെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. മൂടി വെച്ച് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഇതുപോലെ ചാറായിരിക്കണം കേട്ടോ. അപ്പോൾ കാരണം ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം അത് കുറുകി വരും, നല്ല തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് നമ്മൾ പൊത്തി വെക്കണം കേട്ടോ. അത് അതിന്മേൽ ഇരുന്ന് മസാല കോട്ടായില്ലെങ്കിൽ അതിലേക്ക് പൊത്തി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ. അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ആ മസാല അതിൽ തന്നെ കിടന്നോളും. ആ എണ്ണയിലേക്കൊന്നും ഈ മസാല അങ്ങനെ ഒലിച്ചു പോവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ് രണ്ടും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.